നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഈ ആഴ്ച നടത്തിയ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പരീക്ഷ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഏപ്രിൽ മാസം 28-ന് നടത്തിയ പരീക്ഷയാണ്. അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യ പേപ്പറാണ്. ഇതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി വരുന്ന ലാബ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ്, OA മെയിൻസ് മുതലായ പരീക്ഷകൾക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് കണക്കാക്കാം. സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ ആൻസർ കീയിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികളാണ്. രചിച്ചതാര? EMS നമ്പൂതിരിപ്പാട്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യ, ചൈന. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂരിലാണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഫിലാഡൽഫിയയിലാണ്. ഇതൊക്കെ പഴയ SCERT ഫാക്റ്റുകൾ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗ്യൂട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉദാഹരണം അല്ലാത്തത് ചക്രവാദമാണ്. ചിനൂക്ക്, ലൂ, ഹർമാറ്റൻ ഇവയൊക്കെ പ്രാദേശികവാദത്തിന് ഉദാഹരണങ്ങളാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്നതാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിത ശില. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA May 21 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA അതുപോലെ ലാബ് അസിസ്റ്റന്റ് June 21 പരീക്ഷ. ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടി 50 days റിവിഷൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ പോർഷൻസ് തരും കേട്ടോ. ടൈം ടേബിൾ 50 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ Day 1 Day 2 ആയിട്ട് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ ദിവസം എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. രാത്രി 10 മണിക്ക്. രാത്രി 10 മണി തൊട്ട് PSC നടത്തുന്ന അതേ പാറ്റേണിൽ നെഗറ്റീവ് ഉൾപ്പെടെ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം ടേബിളിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാ പോർഷൻസും, കറണ്ട് അഫയേഴ്സ് അതുപോലെ SCERT ഫുൾ സിലബസ് കവറേജ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ റിവിഷൻ ആണ് നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റ് ഇനി പുതിയ പുതിയ പോർഷൻസ് പഠിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി ഫയർമാൻ, ഫയർവുമൺ, സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അതുപോലെ ജനറൽ PSC ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനി വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനി LGS, ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ സാധിക്കുന്ന കമ്പനി LGSന് വേണ്ടി 90 days സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ BEVCO LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ബാച്ച് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. VFA ഒക്കെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ആണ്. ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കോഴ്സുകളിൽ ഫുൾ സിലബസ് കവറേജ്, പുതിയ SCERT, പഴയ SCERT, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്ലാസ്സുകൾ, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കിട്ടും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK
എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജുടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും കിട്ടും, നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിരിക്കും. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്കും കിട്ടും കേട്ടോ. എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്നാൽ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ്. SCERT ഫാക്ട് തന്നെയാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. കൂട്ടത്തിൽ ചേരാത്തത് ടെറായി ആണ്. ടെറായി. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. PSC കൊടുത്ത ഉത്തരം പ്രൊവിഷണൽ ആൻസർ കീയിൽ ശബരിഗിരി പത്തനംതിട്ട എന്നതാണ് ശരിയല്ലാത്തതായിട്ട് കൊടുത്തത്. പക്ഷേ ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരം തെറ്റാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം. താഴെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സമ്പദ് ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അതാണ് വരാനുണ്ടായിരുന്നത്. പക്ഷെ PSC കൊടുത്തത് 2ഉം 3ഉം എന്നതാണ്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് PSC കൊടുത്ത ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? മിച്ച മൂല്യ സിദ്ധാന്തം ദാദാഭായ് നവറോജി. അതാണ് തെറ്റായിട്ടുള്ള. മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ്. ചാണക്യന്റേതാണ് അർത്ഥശാസ്ത്രം. അമർത്യാസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. പഴയ SCERT തന്നെയാണ് എല്ലാം. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി? പത്മ സുബ്രഹ്മണ്യം. ഫാത്തിമ ബീവിക്ക് എന്താ കിട്ടിയത്? 2024 പത്മഭൂഷൺ പുരസ്കാരമാണ് ലഭിച്ചത്. ഫാത്തിമ ബീവിക്കും O രാജഗോപാലിനുമാണ് 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ. ഇനി പത്മശ്രീ 2024 6 മലയാളികൾക്ക് ലഭിച്ചു. സത്യനാരായൺ ബലേരി, EP നാരായണൻ, സദനം ബാലകൃഷ്ണൻ, മുനി നാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായ്, ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവർക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. പത്മവിഭൂഷൺ ലഭിച്ചത് ഇവിടെ തന്നിരിക്കുന്നതില് പത്മ സുബ്രഹ്മണ്യം, വൈജയന്തി മാല, M വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പഥക്, ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം നർത്തകിയാണ്. അതും ചോദിച്ചിട്ടുണ്ട്. പത്മ സുബ്രഹ്മണ്യവുമായി ബന്ധപ്പെട്ടത് ഭരതനാട്യമാണ്. ഭരതനാട്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇത് 3ഉം ശരിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിട്ടുള്ളതില് ശരിയായ പ്രസ്താവനകൾ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യ വിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ആം സ്ഥാനമാണ്. ഇത് രണ്ടുമാണ് ശരി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ചണനാര് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം,
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ്. പി.കെ. തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏത്? സംഘടന സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവുമാണ് 4-ാം അധ്യായത്തിൽ പെടാത്തത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, ഇവയൊക്കെ 4-ാം അധ്യായത്തിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സി വിജിൽ എന്നതാണ്. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് പ്രതിരോധം, ആണവോർജം എന്നിവ. സംസ്ഥാന ലിസ്റ്റിലാണ് കൃഷി, മത്സ്യബന്ധനം എന്നിവ. മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലും ബാങ്കിംഗ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലുമാണ്. ഇത് രണ്ടും കൺകറന്റ് ലിസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റ്. അപ്പൊ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്, ഇത് 3ഉം ശരിയാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാ? വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ.എസ്. മാധവൻ. എൻ.എസ്. മാധവൻ. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇത് പുതിയ SCERT എന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. പഴയ SCERTയിലും ഉണ്ട്. എന്നിരുന്നാലും ഈ 4 അതുപോലെ അതേ ഓർഡറിൽ പുതിയ SCERTയിൽ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ SCERT ക്ലാസ്സുകൾ എല്ലാ കോഴ്സുകളും ലഭ്യമാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ കോഴ്സുകളും വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇനാമൽ എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥവും ഡെന്റൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയുമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏത്? ജീവകം ഇ ആണ്. ജീവകം ഇ. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ എലിപ്പനി, ലെപ്റ്റോസ്പൈറ, ഇതാണ് ശരിയായിട്ടുള്ളത്. 2 മാത്രം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ്. അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാ? ജനിതക രോഗങ്ങൾ വരുന്നത് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഈ ജോഡിയാണ്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇതില് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖലയാണ്. യൂഫോട്ടിക് മേഖല. ഇതും പുതിയ SCERT ആണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? നൈജീരിയയാണ്. നൈജീരിയ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ്. കൂട്ടത്തിൽ പെടാത്തത് സെക്കൻഡ് ആണ്. കൂട്ടത്തിൽ പെടാത്തത്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. -8 സെന്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ്.
ചാറ്റ് GPT നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏത്? ഇറ്റലിയാണ്. ഇറ്റലി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? FeCl3H2 എന്നിവ ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10 ആണ്. 10. എന്തിന്റെ ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? എന്തിന്റെ ഉൽപാദനം? TiO2. അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമം. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാടാണ്. കാക്കനാട്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? PJ ആന്റണി. താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? EV രാമകൃഷ്ണനാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇവിടെ ശരിയായത് ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഷാജി N കരുൺ അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ ഇനിയും അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് IMG. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന ഉപകരണം. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി സർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ്. CERTIN. ഇൻപുട്ട് ഉപകരണം ഇവിടെ തന്നിരിക്കുന്നതിൽ സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? 1 തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് D ആണ്. ബാക്കി 3ഉം ശരിയാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവന്റ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമത്തിന് ഇര ആയവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? 6 അംഗങ്ങൾ. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? 150 ആണ്. 150. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ 45 ഡിഗ്രി. Z = x+y. അതില് x -10 y 3 ആയാൽ ഇസഡിന്റെ വാല്യൂ എത്രയാണ്? ഇസഡിന്റെ വാല്യൂ -7. കൂട്ടത്തിൽ പെടാത്തത് 16. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്രയാണ്? ഇവിടെ 19 ആണ് കൊടുത്തത്. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? 35 ആണ്. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 23. 18 - 6 ഡിവൈഡഡ് ബൈ 3 × 4 10 ആണ് വാല്യൂ. -2/3 the whole cube into 3/5 the whole square വാല്യൂ എത്ര? -8/75. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? 18.69. 1, 2, 4
ഈ ഒരു സംഖ്യാശ്രേണിയിലെ 10ാമത്തെ പദം എത്രയാണ്? 512 ആണ്. Modern technology makes it easier than ever to eavesdrop on electronic communication. ഈ അണ്ടർലൈൻ വേർഡിന്റെ ക്ലോസസ്റ്റ് മീനിങ് ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ എന്നുള്ളതാണ്. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിതൗട്ട് എ ടിക്കറ്റ്? ചൂസ് ദ സ്യൂട്ടബിൾ റിലേറ്റീവ് പ്രോനൗൺ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഹൂ ട്രാവൽഡ് ആണ്. അടുത്ത ചോദ്യം, മാർട്ടിൻ എയ്റ്റ് ദ ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിംഗ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ്. ചൂസ് ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ഫ്രം ദ ഓപ്ഷൻസ്. ലീസ്റ്റ് ആണ്. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. ഈ ഇഡിയത്തിന്റെ മീനിങ് എന്താ? an arm and a leg എന്നാൽ എക്സ്പെൻസീവ് എന്നതാണ്. Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? Breakthrough ആണ്. breakthrough. The dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelt word. Sentence എന്നതാണ് correctly spelt. This cloth used to fade when washed. Dash. Use the most suitable question tag. Didn't it? Close the window. Change into passive voice. Let the window be closed എന്നതാണ്. Let the window be closed. The principal ordered a dash of paper to print the students' hall tickets. ഇവിടെ പേപ്പറിന്റെ കളക്റ്റീവ് നൗൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Ream of paper. The manager asked Raji, why didn't you come to the office yesterday? ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കാനാ പറഞ്ഞേക്കുന്നത്. The manager asked Raji why she didn't come to the office the previous day. അടുത്തത് മലയാളം. വിൻ പ്ലസ് തലം, വിണ്ടലം. സന്ധി ഏതാ? ആദേശ സന്ധി. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം നപുംസകമാണ്. നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. മഞ്ഞാണ്. മഞ്ഞ്. ശരിയല്ലാത്ത വിപരീത പദ രൂപം ഏത്? ഉപജയം, അപജയം. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നവ ഏതൊക്കെയാണ്? ആ, ഇ, എ ആണ് ചുട്ടെഴുത്തുകൾ. ചതയില്ലാത്തിടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. കവി കവയിത്രിയാണ്. കവയിത്രിയല്ല, കവയിത്രി. നേതാവ് നേത്രി, വിദ്വാൻ വിദുഷി, അപായം ഉപായം. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ഒറ്റപ്പദം പിവടിഷു. സ്ത്രീ പുരുഷ നപുംസങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ചു തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം തെങ്ങാണ്. തെങ്ങ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. അപ്പോൾ ഏരിയാസ് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ SCRT പുതിയ SCRT സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PSC ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 9ാം ക്ലാസ് ആണ് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഹർഷിത മെജുടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും പ്ലേ സ്റ്റോറിൽ ഹർഷിത മെജുടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.